ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പോപ്കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ ഇന്നിവിടെ 5 ഫ്ലേവറിലുള്ള പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സോൾട്ട് ചേർക്കുക. ആവശ്യത്തിനുള്ള സോൾട്ട് ചേർക്കണം കേട്ടോ. ഇപ്പം അതിന് അളവ് പറയാൻ പറ്റില്ല. നമ്മൾ എത്ര പോപ്കോൺ എടുക്കുന്നോ അതിനാവശ്യമുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിതുപോലെ ഇവിടെ ഒരു പിടി കോണാണ് എടുത്തിരിക്കുന്നത്. അത് ആ എണ്ണയിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇപ്പോൾ അതൊന്ന് പൊട്ടിത്തുടങ്ങും കേട്ടോ. കണ്ട ഈ സമയത്ത് അതൊന്ന് പൊട്ടിത്തുടങ്ങി. ആ സമയത്ത് നമ്മൾ അടപ്പുകൊണ്ട് മൂടി വെക്കുക. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ കോണെല്ലാം ഇതുപോലെ പൊട്ടി വരും. കണ്ടോ, നല്ല രസമല്ലേ അതങ്ങനെ പൊട്ടി വരുന്നത് കാണാനായിട്ട്. അതെല്ലാം പൊട്ടി വന്നു കഴിഞ്ഞു. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് പോപ്കോൺ. ഇത് നമ്മുടെ നോർമൽ പോപ്കോൺ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടത്തില്ലേ, സോൾട്ടുള്ള പോപ്കോൺ എന്ന് പറയുമ്പോൾ അവർ തരത്തില്ലേ, അതാണിത്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ മഞ്ഞ കളറിലുള്ള പോപ്കോൺ വരുന്നത്, അതാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ആ പാനിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോപ്കോൺ ഇല്ലേ, ഇപ്പം നമ്മൾ സോൾട്ട് കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മുടെ ആ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേരുമ്പോഴത്തേക്കിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇതും അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മസാല പോപ്കോൺ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചേർക്കുന്നത് പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ലേ, ഒരു നുള്ള് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അത് ആ പാനിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്ര പോപ്കോൺ യൂസ് ചെയ്യുന്നോ അതിനാവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോപ്കോൺ ഇല്ലേ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നോർമൽ പോപ്കോൺ ആണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയില്ലേ, അതാണ് ചേർക്കുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പം അതിലേക്ക് ചേർത്തത് ഒരു സ്വല്പം ഒറിഗാനോ ആണ് കേട്ടോ. അതും നല്ലൊരു ഫ്ലേവർ നമുക്ക് തരുന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ചേർത്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ മസാല പോപ്കോണും റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറിലുള്ള പോപ്കോൺ ആണ്. അതിനാവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ അത് വയ്ക്കരുത് കേട്ടോ. ചെറിയ തീയിൽ വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോപ്കോൺ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴത്തേനും നമ്മുടെ പോപ്കോൺ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, നല്ലൊരു കളറുമാണ്. ഇത് കഴിക്കാൻ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പുളി ടേസ്റ്റും ഉപ്പ് ടേസ്റ്റും കൂടെ വരുന്നത് കേട്ടോ. പക്ഷേ നല്ല രസമാണ് കഴിക്കാൻ. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ സ്വല്പം മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ മുമ്പേ, അത് ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താണ് കേട്ടോ. അത് കൊടുത്തില്ലെങ്കിലും സാരമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫ്ലേവറിന് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർ പോപ്കോൺ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ബട്ടർ പോപ്കോൺ എന്ന് പറയുമ്പോൾ അവർ തരാറില്ലേ, അതാണ് കേട്ടോ. അതിന് നമ്മളൊരു പാനിലേക്ക് ഇതുപോലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് നമ്മുടെ ഇതുപോലത്തെ കോൺ ഇട്ട് കൊടുക്കുക. ഇതും ഒരു പിടി കോൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ മൂടി വയ്ക്കുക. അപ്പം നമ്മുടെ കോണെല്ലാം പൊട്ടി കിട്ടും നമുക്ക്. കണ്ടതുപോലെ നല്ലതായിട്ട് പൊട്ടി കിട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ പോപ്കോൺ റെഡി ആയിരിക്കുകയാണ്. ഇതും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബട്ടർ പോപ്കോൺ. കണ്ടോ, കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് കാരമൽ പോപ്കോൺ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് പോപ്കോൺ എന്ന് പറയും കേട്ടോ. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഇതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ
ഷുഗർ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലതായിട്ട് കളർ മാറുന്നിടം വരെ ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മാറി വന്നിട്ടുണ്ട് കളറ്. കരിഞ്ഞു പോലെ കേട്ടോ. തീ കുറച്ച് വെച്ച് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ. അതിലേക്ക് ഒരു സ്വല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. കേട്ടോ, ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി അതും ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്നതിന് ശേഷം നമ്മളിനി അതിലേക്ക് റെഡിയായിരിക്കുന്ന പോപ്കോൺ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാരമൽ പോപ്കോണും റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, 5 ഫ്ലേവറിലുള്ള പോപ്കോൺ ഉണ്ടാക്കാൻ എന്ത് ഈസിയാണല്ലേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇതുണ്ടാക്കാവുന്നതാണ്. എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് എന്ന് പറയുന്നത് ആ മസാല പോപ്കോൺ ആണ് കേട്ടോ. അതിനൊരു പ്രത്യേക രുചിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.